എൻ്റെ പേര് ജോയി ജോസഫ്, ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. നമ്മൾ ഭൂരിപക്ഷം പേരും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ വേറൊരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളവരായിരിക്കും. ഇൻകം ടാക്സിൻ്റെ നിയമത്തിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരു വർഷം 40,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിൽ നിന്ന് 10% TDS പിടിച്ചതിന് ശേഷം ബാക്കി പൈസ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. പലപ്പോഴും ഇത് കസ്റ്റമേഴ്സ് അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് TDS പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അങ്ങനെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എന്ന് പറഞ്ഞാൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ബാങ്കുകളിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം 7 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ ആ TDS പിടിച്ചതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഞാൻ കഴിഞ്ഞ ഫിനാൻഷ്യൽ 2024-25 കാര്യം മാത്രമാണ് പറയുന്നത്. ഈ വർഷം മുതൽ വ്യത്യാസമുണ്ട്. 24-25 കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് വരുമാനം 7 ലക്ഷം രൂപയിൽ താഴെ ഉള്ളുവെങ്കിൽ നിങ്ങളുടെ ഏതെല്ലാം രീതിയിലുള്ള TDS പിടിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ബാങ്കിൽ നിന്ന് TDS പിടിക്കുന്ന പലപ്പോഴും കസ്റ്റമേഴ്സ് അറിയാറില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഒന്നുകിൽ നമുക്ക് ബാങ്കിൽ പോയി ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ട്രേസസ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ പോയാൽ നമ്മൾ TDS പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. ഇൻകം ടാക്സ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ TDS എങ്ങനെ നോക്കാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഏതായാലും ഈ ഇന്ത്യൻ റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം 40,000 രൂപയോ അതിൽ കൂടുതലോ ഇൻട്രസ്റ്റ് ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്നവരുടെ നിന്നാണ് 10% TDS പിടിക്കുന്നത്. അതേസമയം NRI കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിൽ അവരുടെ NRI അക്കൗണ്ട്സ് അല്ലാതെ ബാക്കി എല്ലാ അക്കൗണ്ടുകളിൽ നിന്ന് TDS പിടിക്കും. അവർ TDS പിടിക്കുന്ന റേറ്റ് കൂടുതലാണ്, 30%. അപ്പോൾ അവർക്കൊരു NRO അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിന് 30% TDS പിടിക്കും. അവർക്ക് NRO ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 30% TDS പിടിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ NRI അക്കൗണ്ട് അല്ലാതെ മറ്റേ എന്തെല്ലാം അക്കൗണ്ട് ഉണ്ട് അവിടെ എല്ലാം 30% TDS പിടിക്കും. പക്ഷെ പലപ്പോഴും NRI കസ്റ്റമേഴ്സ് ഇത് അറിയാറില്ല. അതുകൊണ്ട് നമ്മളുടെ പൈസയാണ് പോകുന്നത്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നോക്കണം. അതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ 8281766200 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി തന്നോളാം. നമ്മളുടെ ഇൻട്രസ്റ്റിൽ നിന്ന് പിടിക്കുന്ന TDS നമുക്ക് തിരിച്ചു കിട്ടാൻ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ഫയൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ശരി.